ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ശ്രീകൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ മധുര വചനങ്ങളിൽ രുക്മിണിയെ സമാശ്വസിപ്പിച്ചപ്പോൾ അദ്ദേഹം മുൻപ് പറഞ്ഞ വാക്കുകളൊന്നും തന്നെ ഗൗരവമായിട്ടായിരുന്നില്ലെന്നും അതൊക്കെ നേരം പോക്കിന് മാത്രമായിരുന്നു എന്നും അവൾക്ക് ബോധ്യമായി. അതിനാൽ കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് സമാധാനമായി. ക്രമേണ വേർപാടിൻ്റെ ഭീതിയിൽ നിന്ന് അവൾ മുക്തയായി സ്വാഭാവികമായി പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടു കൂടി അവൾ സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട കമലനയന ഭഗവാനെ, നാം തമ്മിൽ വേണ്ടത്ര ചേർച്ചയില്ലെന്ന് അങ്ങ് പറഞ്ഞതും തികച്ചും ശരിയാണ്. അങ്ങയുടെ നിലവാരത്തിലേക്ക് ഉയരാൻ എനിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. കാരണം സർവഗുണങ്ങളുടെയും സംഭരണിയും അപ്രമേയനുമായിരിക്കുന്ന പരമപുരുഷോത്തമനാണ് അങ്ങ്. ഞാൻ അങ്ങനെ അങ്ങയ്ക്ക് ചേർന്നവളാകും. സർവ മഹിമാനങ്ങളുടെയും ഉടമയും ത്രിഗുണങ്ങളുടെ നിയന്താവും ബ്രഹ്മാവിനെയും ശിവനെയും പോലുള്ള ദേവന്മാരുടെ ആരാധനാപാത്രവുമായിരിക്കുന്ന അങ്ങുമായിട്ട് താരതമ്യത്തിന് സാധ്യതയേയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ ഒരു ഉൽപ്പന്നം മാത്രമാണ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എപ്പോഴും ഭക്തിയുത സേവനത്തിൻ്റെ ക്രമാനുഗതമായിരിക്കുന്ന പുരോഗതിക്ക് തടസ്സമാണ്. എപ്പോൾ എവിടെയാണ് അങ്ങയ്ക്ക് പറ്റിയ ഇണയാകാൻ എനിക്ക് കഴിയുക? പ്രിയപ്പെട്ട നാഥ, ഞാൻ രാജാക്കന്മാരെ ഭയന്ന് അങ്ങ് സമുദ്രത്തിലെ ജലാന്തർഭാഗത്ത് അഭയം തേടിയെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഭൗതിക ലോകത്ത് ആരാണ് രാജാക്കന്മാർ? രാജവംശജരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരെ ഭൗതിക ലോകത്തെ രാജാക്കന്മാരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് ഭൗതിക ലോകത്തെ രാജാക്കന്മാർ. ഭൗതിക ലോകത്തിൻ്റെ നിയന്താക്കൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ. അങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ കാമ്പിൽ കുടികൊള്ളുന്നു. അവിടെ ത്രിഗുണങ്ങളുടെ സ്പർശനത്തിൽ നിന്ന് വിട്ടകന്നാണ് അങ്ങ് നിൽക്കുന്നത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ രുക്മിണി പറയുന്നത് ഭൗതിക തലത്തിൽ നിന്നുകൊണ്ടാണ്. ഞാൻ ഒരു തരത്തിലും അങ്ങ് പറഞ്ഞത് നമ്മൾ തമ്മിൽ തേരില്ല, എനിക്ക് പറ്റിയ അല്ലെ നിനക്ക് പറ്റിയവനല്ല ഞാൻ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത് ശരിയാണെന്ന് രുക്മിണി സമ്മതിക്കുകയാണ്. ആദ്യം സാധാരണ മനുഷ്യരുടെ കൂട്ട് ഈ നേരം പോക്കായിട്ടാണെങ്കിലും പറഞ്ഞത് ശരിക്കും മനസ്സിനെ വേദനിപ്പിച്ചു. അതുകൊണ്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയി. പക്ഷേ ഭഗവാൻ കുറച്ച് സമാധാനം വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും ബോധതലത്തിൽ നിന്നുകൊണ്ട് രുക്മിണി പറയുന്നു, ശരിക്കും അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്ങയ്ക്ക് പറ്റിയ ആളല്ല. അതുകൊണ്ടാണല്ലോ ഭൗതിക തലത്തിൽ വികാര വിചാരങ്ങൾ സാധാരണ മനുഷ്യൻ്റെ കൂട്ടുള്ളത് കൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നേരം പോക്കായിട്ടാണെന്നോ ഇല്ലെങ്കിൽ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നോ രുക്മിണിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് വികാരാധീനയായത്. അതുകൊണ്ട് അങ്ങ് എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു, അങ്ങയ്ക്ക് പറ്റിയ ആളല്ല, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളുടെ ഉൽപ്പന്നം തന്നെയാണ് ഞാൻ. ഈ ത്രിഗുണം ഭാവമുള്ളവർ സൃഷ്ടിയിലെല്ലാവരും സൃഷ്ടി തന്നെ നടക്കുന്നത് ത്രിഗുണ മായയുടെ ശക്തി കൊണ്ടാണ്, മൂലപ്രകൃതിയുടെ ശക്തി കൊണ്ടാണ് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുന്നത്. ഇത് പല സ്ഥലത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ചലനാത്മകമാകുമ്പോൾ ഈ ത്രിഗുണങ്ങളുടെ ഭേദമനുസരിച്ചു കൊണ്ടാണ് സൃഷ്ടി സ്ഥിതി ലയം എന്ന 3 പ്രക്രിയ തന്നെ അവസ്ഥാത്രയം സംഭവിക്കുന്നത്. അവസ്ഥാത്രയം ത്രിഗുണങ്ങളുടെ പ്രഭാവത്താലാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ സൃഷ്ടിക്കപ്പെടുന്നോ അതിനൊക്കെ ഈ മായാബന്ധിതമാണെന്നർത്ഥം. അതിൽ നിന്ന് ഒരിക്കലും ഈ മായാബന്ധിതമായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഈശ്വരന് തുലനാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. ദേഹബോധം ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും നമുക്ക് ഈശ്വരന് തുല്യനാകാൻ സാധ്യമല്ല. അതാണ് ദേവന്മാർക്ക് പോലും ഈ ത്രിഗുണങ്ങളുടെ ഭാവം അവരിലും പെടുന്നുണ്ട്. ഇപ്പോൾ സത്വഗുണത്തിൻ്റെ പ്രതീകാത്മക ഭാവമാണ് ദേവന്മാരെങ്കിലും
ഈ സത്വഗുണത്തിനും ബന്ധനത്തിൻ്റെ പ്രഭാവമുണ്ട്. അതുകൊണ്ടാണ് ഇന്ദ്രന് പോലും ദേഹബോധം ഉണ്ടാകുന്നത്, ബ്രഹ്മാവിനുണ്ടാകുന്നുണ്ട്, ഋഷിമാർക്കുണ്ടാകുന്നുണ്ട്. അപ്പം എന്തൊക്കെ മായയുടെ ഉൽപ്പന്നത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ഈ പ്രകൃതിയിലെ ഭൗതിക വസ്തുക്കൾക്കെല്ലാം ത്രിഗുണങ്ങളുടെ ഭാവമുണ്ട്. അത് ഒരിക്കലും ഗുണാതീതനാകാത്തിടത്തോളം കാലം ഈശ്വരന് തുല്യനാകാൻ സാധ്യമല്ല. അതാണ് ഇവിടെ രുക്മിണിയും പറയുന്നത്, അങ്ങക്ക് തുല്യനാകാൻ ഞാൻ സാധ്യമല്ല. കാരണം ഞാനും ത്രിഗുണങ്ങളുടെ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് എങ്ങനെ അങ്ങക്ക് തുല്യനാകാൻ സാധിക്കും? ലൗകിക രാജാക്കന്മാരോടൊക്കെ, അപ്പോൾ രാജാക്കന്മാരെ എല്ലാം ചേർത്തുകൊണ്ട് പറയാണ്, ഈ രാജാക്കന്മാരും എല്ലാം ത്രിഗുണങ്ങളുടെ ഉൽപ്പന്നമാണ്. അപ്പോൾ അവർക്കും അങ്ങയുടെ അധീനതയിൽ അവരും പ്രവർത്തിക്കുന്നത്. മായയ്ക്ക് അധീതനായിരിക്കുന്ന ഭഗവാന് തുല്യനാകാൻ ഈ 16,108 സ്ത്രീകൾക്ക് സാധ്യമല്ല. അത് പ്രകൃതിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. അത് മായയുടെ ഉൽപ്പന്നമാണ്. അങ്ങനെ അല്ലാത്ത മായയെ ജയിച്ച ആൾക്കല്ലാതെ ഒരു കാരണവശാലും ഈ 16,008 സ്ത്രീകളെ വിവാഹം കഴിക്കാനും സാധ്യമല്ല. അങ്ങനെ ഒരു തീരുമാനം പോലും എടുക്കില്ല. അഥവാ എടുത്താൽ തന്നെ മറ്റുള്ളവർ എതിർക്കും. കാരണം എല്ലാവരും മായയുടെ ഉൽപ്പന്നമാണ്. അപ്പം മായയെ ജയിച്ച ആർക്ക് ഇവരെല്ലാം ഒരേപോലെ തൃപ്തിപ്പെടുത്താനും അവരെ ഒരേ ലെവലിലേക്ക് അധീനതയിൽ കൊണ്ടുപോകും. ഈ 16,108 ഈ പ്രപഞ്ചത്തിൽ എത്ര സൃഷ്ടിയുണ്ടോ അത് മുഴുവൻ ഭഗവാനാൽ ഭരിക്കപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മൂലപ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും. സർവസ്യജാഖം ഹൃദി സന്നിവിഷ്ടോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ലൗകിക രാജാക്കന്മാരോടൊക്കെ ശത്രുത പുലർത്തുന്നയാളാണ് അങ്ങ് എന്ന് പറഞ്ഞു. എന്നാൽ ആരാണ് ഈ ലൗകിക രാജാക്കന്മാർ? ഇന്ദ്രിയങ്ങളാണ് ലൗകിക രാജാക്കന്മാരെന്ന് ഞാൻ കരുതുന്നു. അവർ ഭീഷണന്മാർ തന്നെ. എല്ലാവരെയും നിയന്ത്രിക്കുന്നതും അവരാണ്. ഈ ഭൗതിക ഇന്ദ്രിയങ്ങളോട് അങ്ങ് ശത്രുത പുലർത്തുന്നു എന്നത് ശരിയാണ്. കാരണം ദേഹബോധത്തിൽ നിന്ന് ദേഹിബോധത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ ഈ ഇന്ദ്രിയ ശക്തികളും ശരീരശക്തികളും മൂലപ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള സകല ആക്ടിവിറ്റീസും നടക്കുന്നത് ഈ മായാബന്ധിതമാണ്. അത് മുഴുവൻ ശത്രുക്കളാണ്. നമ്മളെ ഈശ്വരനിലേക്ക് മായയെ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ശത്രുക്കളൊക്കെ ജയിക്കണം. അപ്പം ഈ കുറച്ച് നേരത്തേക്ക് ക്ലേശങ്ങളുടെ ഭാവത്തിൽ രുക്മിണി പ്രകടമായെങ്കിലും അവിടെ ദേഹബോധത്തിൽ നിന്ന് ദേഹിബോധത്തിലേക്ക് എത്തിയപ്പോഴാണ് ഭഗവാന് തുല്യമായിട്ട് ഭഗവാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ള തലത്തിൽ ഭഗവാന്റെ ലെവലിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഭഗവാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് മനുഷ്യർക്കും നമുക്കും പറ്റുന്നത്. നമ്മളിപ്പോൾ എത്ര തത്വബോധം പറഞ്ഞാലും നമ്മൾ നമ്മുടെ മായാബന്ധിതമായ ഭാവത്തിൽ ദേഹബോധത്തോടെ ശരീരബോധത്തോടെ ഇത് കേൾക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്കിതിനോട് തുലനാവസ്ഥ ഉണ്ടാവില്ല. അപ്പം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് അതിനെ ബോധ്യം വരണമെങ്കിൽ തെറ്റിദ്ധാരണ ഇല്ലാതെ തെറ്റായിട്ട് ധരിക്കാതെ ശരിയായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മായ ജയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന തത്തുല്യ ഭാവത്തിൽ ശരിയാണ്, ഈശ്വരൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ സംഭവിക്കുന്ന ഇവർ തമ്മിലുള്ള സംവാദം തമ്മിലുള്ള വ്യത്യാസം ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള സംവാദമായിട്ട് കണക്കാക്കണം. ഭഗവാൻ പറയുന്നത് ആദ്യം തെറ്റിദ്ധരിച്ചു, എന്നിട്ട് ക്ലേശങ്ങളിലേക്ക് പോയി, ദുഃഖത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമാശ്വാസം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ പ്രസാദിച്ചപ്പോൾ സമാശ്വസിപ്പിച്ച് ഞാൻ വെറുതെ നേരമ്പോക്ക് പറഞ്ഞാൽ നീ അത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഭഗവാന്റെ തലത്തിലേക്ക് ഉയർന്നിട്ട് രുക്മിണി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തത്വബോധമൊക്കെ വെളിയിലേക്ക് വരുന്നത്. ഇത് തന്നെയാണ് ഭൗതികതയും. നമ്മൾ ദേഹബോധത്തോടെ നിന്ന് ഭൗതിക തലത്തിൽ ഇപ്പം ഭാഗവതം പഠിച്ചാലും വേണ്ടില്ല, ഗീത പഠിച്ചാലും വേണ്ടില്ല, ഭഗവാൻ പറയുന്ന വചനങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കാതെ ശരിയായ തരത്തിൽ ധാരണ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരു നിമിഷത്തേക്ക് ഒരു വാക്ക് കേട്ടാലും ഭഗവാന്റെ വാക്ക് കേട്ടാൽ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ മനസ്സ് ഭഗവാന്റെ ലെവലിലേക്ക് എത്തണം. ഭൗതിക തലത്തിൽ നിന്നാൽ ഒരിക്കലും മനസ്സിലാവില്ല. അതാണ് അവിടെ രുക്മിണിയും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. ഒരു നിമിഷത്തേക്ക് ഭഗവാൻ പ്രസാദിച്ച് ഭഗവാൻ രുക്മിണിയെയും തൻ്റെ തലത്തിലേക്ക് ഉയർത്തിയപ്പോഴാണ് ഭഗവാൻ പറഞ്ഞതിനെ വിശകലനം ചെയ്തു എന്നോട് പറയാണ്. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് സമ്മതിച്ചുകൂടെ? പെട്ടെന്ന് എത്രയും മാറ്റം ഉണ്ടായെന്ന് വെക്കണം. ഇതൊക്കെയാണ് ഭൗതിക തലത്തിൽ നമ്മൾ ഭക്തിയും വിഭക്തിയും തമ്മിലുള്ള വ്യത്യാസം.
അപ്പം നമ്മൾ ദേഹബോധത്തോടുകൂടി ഭൗതിക തലത്തിൽ നിന്ന് മായാബന്ധിതമായിട്ട് ഭഗവാൻ പറയുന്ന കാര്യം ഏത് ചിന്തിച്ചാലും വേണ്ടില്ല, നമുക്ക് അത് ശരിയാണോ എന്ന് തോന്നും, സംശയം ഉണ്ടാകും. സംശയം ഉണ്ടാകുന്നത് പോലും അതുകൊണ്ടാണ്. ഇവിടെ നേരെ തിരിച്ച സംശയങ്ങൾ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ് ഭഗവാനോട്. അപ്പം എനിക്ക് തോന്നിയത് ശരിയല്ലേ എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. കാരണം ലൗകിക രാജാക്കന്മാരൊക്കെ അങ്ങ് ശത്രുത പുലർത്തുന്നവനാണെന്ന് പറഞ്ഞു. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ലൗകിക രാജാക്കന്മാർ? ഇന്ദ്രിയങ്ങളാണ് രാജാക്കന്മാർ എന്ന് ഞാൻ കരുതുന്നു. അവർ ഭീഷണന്മാർ തന്നെയാണ്. എല്ലാവരെയും നിയന്ത്രിക്കുന്നതും അവരാണ്. അതുകൊണ്ട് ഈ ഭൗതികമായ ഇന്ദ്രിയങ്ങളോട് അങ്ങ് ശത്രുത പുലർത്തുന്നു. ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പോലെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് അങ്ങ് നിയന്താവാണ് ഇന്ദ്രിയങ്ങളുടെ. അതെ, ഋഷികേശൻ എന്ന പേര് അങ്ങയ്ക്കുണ്ടെങ്കിൽ ഈശ്വരൻ, ഈ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനെയാണ് ഋഷികേശൻ എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങയ്ക്ക് രാജാധികാരങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞതും ശരി തന്നെയാണ്. അങ്ങയ്ക്ക് മാത്രമല്ല രാജാധികാരം നഷ്ടപ്പെട്ടത്, അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ അല്പമെങ്കിലും ആസക്തിയുള്ള അങ്ങയുടെ ദാസന്മാർ പോലും ഭൗതിക മേധാവിത്വം ഉപേക്ഷിക്കുന്നവരാണ്. കാരണം ഭൗതിക സ്ഥാനമാനങ്ങൾ അങ്ങേയറ്റം ഇരുളടഞ്ഞ മേഖലയാണ് അവർ കരുതുന്നു. അത് ആധ്യാത്മിക മാർഗത്തിന് തടസ്സമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഭൗതിക മേധാവിത്വം ഉപേക്ഷിക്കപ്പെടണം. അതാണ് ആത്മീയതയിലേക്കുള്ള മാർഗം. കാരണം ഭൗതികമായ സ്ഥാനമാനങ്ങൾ അങ്ങേയറ്റം ഇരുളടഞ്ഞ മേഖല തന്നെയാണ് എന്ന് കരുതുന്നു. അത് ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പുരോഗതിക്ക് തടയിടുന്നതാണ്. അങ്ങയുടെ ദാസന്മാർ ഭൗതിക മേധാവിത്വം ഇഷ്ടപ്പെടുന്നേ ഇല്ല. അങ്ങയുടെ യഥാർത്ഥ ഭക്തന്മാർ ഈ ഭൗതിക സ്ഥാനമാനങ്ങളൊന്നും ഒരിടത്തും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അർജുനൻ പറഞ്ഞതും. അങ്ങനെ ശ്രേയസ്സിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്ഥാനമാനങ്ങൾ നൽകിയിട്ട് എന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാം എന്ന് അങ്ങ് കരുതണ്ട. ഇന്ദ്രപദവി തന്നാലും ഞാനിത് ചെയ്യാൻ തയ്യാറില്ല എന്ന് അർജുനൻ തറപ്പിച്ച് പറയുന്നു. അവിടെയാണ് ഈ ഭൗതികവാദം ആധ്യാത്മിക ശ്രേയസ്സിന് തടസ്സമാണെന്ന് അർജുനന് മനസ്സിലായത്. അർജുനന് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത്, ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം എന്ന് പറഞ്ഞിട്ട് നാ ചൈതദ്യമ കതരന്നോഗരിയോ യദ്വാജയമേതി വാനോജയേയു യാനേവ ഹത്വാന ജിജീവിഷാമാതേ അവസ്ഥിതാം പ്രമുഖേതാർത്ഥരാഷ്ട്ര. ഇന്ദ്രപദവി തന്നാലും വേണ്ടില്ല, ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല. എന്ത് ഭൗതിക നേട്ടങ്ങൾ തന്നാലും ഞാനിത് ചെയ്യാൻ തയ്യാറില്ല എന്ന് അർജുനൻ തറപ്പിച്ച് പറയും. പിന്നെ എന്താ വേണ്ട? ശ്രേയസ്. അപ്പോൾ ശ്രേയസ്സിന് എന്തൊക്കെയാണ് അർത്ഥം? ഈ ഭൗതിക സ്ഥാനമാനങ്ങളും അധികാരങ്ങളും എല്ലാം, ഭൗതിക മേധാവിത്വങ്ങളെല്ലാം ആധ്യാത്മിക മാർഗത്തിന് തടയിടും. അത് നിസാര സ്ഥാനമാനങ്ങൾ പോലും, ഗ്രഹനാഥനായാലും വേണ്ടില്ല, ഇനി രാജാവായിരുന്നാലും വേണ്ടില്ല, ഭൗതികമായിട്ടുള്ള എന്ത് പ്രശസ്തിയും പേരും സ്ഥാനമാനങ്ങളും ലഭിച്ചാൽ അതൊക്കെ നമുക്ക് യഥാർത്ഥ ഈശ്വരത്വത്തിലേക്കുള്ള മാർഗത്തിന് തടസ്സമായി ഭവിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യഥാർത്ഥ ദാസന്മാർ, അങ്ങയുടെ ദാസന്മാർ ഭൗതിക സ്ഥാനമാനങ്ങളോ മേധാവിത്വമോ ഇഷ്ടപ്പെടുന്നേ ഇല്ല. പിന്നെ അങ്ങയുടെ കാര്യം എന്തു പറയാൻ? അങ്ങയ്ക്ക് ഈ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, നിസ്സാരമായിട്ട് നിൽക്കുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങയ്ക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, നിസ്സാരനായിട്ട് പറഞ്ഞതും ശരിയാണെന്ന് രുക്മിണി പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ, നിയതമായിരിക്കുന്ന ജീവിതമുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല അവിടുന്ന് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞതും പരിപൂർണമായിട്ട് ശരിയാണ്. ഇതേ കാര്യങ്ങളൊക്കെ ആദ്യം കേട്ടപ്പോൾ മുഴുവൻ തെറ്റായിട്ട് ധരിച്ച ആളാണ്. ഇവിടെയാണ് നമുക്ക് ഭൗതിക മേധാവിത്വം ഇല്ലേ, ഭൗതിക ചിന്തയിൽ നിന്ന് ആധ്യാത്മിക ചിന്തയിലേക്ക് വരുമ്പോഴേ നമുക്ക് ഈ ഭഗവാൻ പറഞ്ഞിട്ടുള്ള വചനങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നും. നമ്മൾ അല്പമെങ്കിലും മായാബന്ധിതമായിട്ട് ദേഹബോധത്തോടെയാണ് ഇരുന്നു കൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഇത് ഒരു ചുക്കും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ തെറ്റിദ്ധരിക്കും കൂടെ ചെയ്യും. ഈ 16,108 ഭാര്യമാരെ വിവാഹം കഴിച്ചു, ഗ്രഹം പരിപാലിച്ചു എന്നുള്ള വാക്കും ഇല്ലെങ്കിൽ ആ ഒരു സന്ദർഭമൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ 16,108 ഇന്ദ്രിയങ്ങളെയും ജയിച്ചിരിക്കണം. ഇന്ദ്രിയശക്തി എന്ന് പറഞ്ഞാൽ കേവലം കണ്ണും മൂക്കും ചെവി 5 ഇന്ദ്രിയങ്ങളല്ല. നമ്മുടെ ശരീരത്തിലുള്ള ആധ്യാത്മികക്ക് തടസ്സം നിൽക്കുന്നതാണ് ഈ പ്രകൃതിയുടെ ഭൗതികത്വത്തെയാണ് 16,108 തടസ്സങ്ങളെന്ന് പറഞ്ഞത്. അത് പ്രകൃതി രൂപിണിയാണ്. അതുകൊണ്ടാണ് അതിനെ ജയിക്കണം എന്ന് പറയുന്നത്.
കാരണം എന്താ? സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണയ ജായതയെ വർണ്ണസങ്കര എന്ന് പറയുന്നത് ഈ സ്ത്രീത്വം ഇല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ സ്വരൂപമാണ് ഭൗതിക മേധാവിത്വം. അതിനെ ജയിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ഈശ്വര മാർഗത്തിലേക്ക്, യഥാർത്ഥ മാർഗത്തിലേക്ക് എത്താൻ സാധ്യമല്ല. ഭഗവാന്റെ ദാസനാകുകയില്ല. ദാസനാകുന്ന അവസ്ഥയിലെ ഭൗതിക മേധാവിത്വങ്ങളെല്ലാം, ഈ സ്ഥാനമാനങ്ങളെല്ലാം, പുരുഷ മേധാവിത്വം എന്നുദ്ദേശിക്കുന്നതെല്ലാം ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് നിയതമായ ജീവിതമുള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല അവിടുന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞതും പരിപൂർണമായിട്ട് ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഋഷിമാരൊന്നും പുണ്യാത്മാക്കളും എന്നൊക്കെ അറിയപ്പെടുന്ന അവിടുത്തെ ഭക്തജനങ്ങളും ദാസന്മാരും പോലും തങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഒരു സൂചനയും നൽകാത്ത നിലയിലാണ് കഴിയുന്നത്. മനുഷ്യ സമൂഹം അവരെ ഭ്രാന്തന്മാരെന്നും ദോഷൈക ദൃക്കുകളാണെന്നും ഒക്കെയാണ് കരുതുന്നത്. സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിത ലക്ഷ്യം നിഗൂഢമായി തന്നെ ഇരിക്കും. ഇപ്പം നമ്മുടെയൊക്കെ ലക്ഷ്യം ഭക്തിമാർഗത്തിലേക്ക് വരുമ്പം എന്തുകൊണ്ടാണ് ഈ ഭൗതിക മേധാവിത്വമുള്ളവർ, ഈ സാധാരണ മനുഷ്യർ ഈ ഭക്തിവാദികളെ തന്നെ ഭ്രാന്തന്മാരെന്നും ദോഷൈക ദൃക്കുകളാണെന്നും ഒക്കെ പറയാൻ കാരണം, സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിത ലക്ഷ്യം നിഗൂഢമായിരിക്കുന്നു. എല്ലാവരുടെയും നിഗൂഢ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ആത്യന്തികമായിട്ട് ഏറ്റവും വലിയ നിഗൂഢ ലക്ഷ്യം നമ്മുടെ ഓരോരുത്തരുടെയും സ്വാർത്ഥ ലാഭമാണ്. എല്ലാ ബന്ധങ്ങളെയും ആത്മബന്ധം കൊണ്ടോ, രക്തബന്ധം കൊണ്ടോ, നക്ഷത്രബന്ധം കൊണ്ടോ, ഏതെങ്കിലും ബന്ധങ്ങളോ ബന്ധനങ്ങളോ ഒന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ, സംഘദോഷമോ സമ്പർക്കദോഷമോ ഇല്ലെങ്കിൽ സംഘം കൊണ്ട് സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ട് നന്മയുണ്ടായാൽ പോലും അതൊക്കെ അതിൽ നിന്നൊക്കെ സ്വാർത്ഥ ലാഭമാണ് ലക്ഷ്യം. അതാണ് ഏറ്റവും വലിയ നിഗൂഢത എന്നർത്ഥം. ഇത് ആരും സമ്മതിക്കില്ല. അതാണ് അതിൻ്റെ ഗൂഢത്വ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നവരും വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും ഇല്ലെങ്കിൽ അച്ഛനും മക്കളും പുത്രന്മാരും പുത്രികളും ഇല്ലെങ്കിൽ പരസ്പര ബന്ധം സുദൃഢമാണെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? പരസ്പരം സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരവരുടെ സ്വാർത്ഥ സ്നേഹമാണ്. കാരണം ഒരാൾ മരിച്ചാൽ, ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ മരിച്ചാലും മരിച്ചു കിടക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന ആൾ കരയുന്നത് ഇനി എനിക്ക് ആരുണ്ടെന്നാണ് ചോദിക്കുക. അവിടെ നിഗൂഢമായ ആ വാക്ക് അറിയാതെ പുറത്തു വരിക. അപ്പൊ നിഗൂഢ ലക്ഷ്യം എന്താ? സ്വാർത്ഥത തന്നെയാണ്. അതായത് ഭൗതികം, അതായത് മായയുടെ അധീനത നമ്മൾ വേണ്ട. ഈ ദേഹബോധം ഉള്ളിടത്തോളം കാലം നമുക്ക് എൻ്റെ ശരീരം ഞാനെന്നുള്ളത് സ്വാർത്ഥതയായിട്ട് നിലനിൽക്കും. അതാണ് ഏറ്റവും വലിയ നിഗൂഢത. ഇതിനെ വിശാലമാക്കൽ അത്ര എളുപ്പമല്ല. ദേവന്മാർക്ക് പോലും സാധിക്കുന്നില്ല, പിന്നെ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇവിടെ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന രുക്മിണിക്ക് സാധിച്ചില്ല. ഇതിലും കഷ്ടമാണ് സത്യഭാമയുടെ കാര്യം. കാരണം എന്താ? രുക്മിണിക്ക് കുറച്ചൊക്കെ തന്മയി ഭാവം പെട്ടെന്ന് തന്നെ ബോധം വന്നു. അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് തൊട്ടടുത്ത് നിൽക്കുന്ന സത്യഭാമ. ഇവർ രണ്ടുപേരാണ് ശരിക്കും ഒരു മനുഷ്യ ശരീരത്തിലെ പിംഗള സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ട് നാഡിയുടെ സ്ഥാനത്താണ് പുരുഷൻ. സുഷുമ്നാ നാഡിയാണ് ഭഗവാൻ എന്ന് സങ്കല്പിക്കുക. അതിലൂടെയാണ് നമ്മുടെ പ്രാണൻ സഞ്ചരിക്കുന്നത്. അതിനെ അകത്ത് കയറാൻ സമ്മതിക്കില്ല. അതായത് പ്രാണൻ ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ദേഹബോധത്തിൽ സഞ്ചരിക്കുന്നത് പിംഗള നാഡിയിലൂടെയാണ്. അത് തന്നെ സമാവസ്ഥയിൽ സഞ്ചരിക്കണം. നമ്മൾ സാധാരണ ഇടത്തോ വലത്തോ ആയിട്ടാണ് പ്രാണൻ സഞ്ചരിക്കുക. ഏതിനാണോ ബലം കൂടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ശക്തി കൂടുക, ഇല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുക. ഇത് രണ്ടും ബാലൻസ് സമാവസ്ഥയിൽ സഞ്ചരിക്കണം. ഒരേപോലെ പിംഗളയിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങണം. അപ്പോഴേ നമുക്ക് സമാവസ്ഥ കൈവരികയുള്ളൂ. ഇവിടെ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന സത്യഭാമയും രുക്മിണിയും പിംഗള നാഡിയുടെ സ്ഥാനത്താണ്. സുഷുമ്നാ നാഡിയുടെ സ്ഥാനത്താണ്. മൂലാധാരത്തിൽ നിൽക്കുന്ന ആളാണ് ഭഗവാൻ. ഇവർ തമ്മിൽ ഒരിക്കലും ഭൗതിക ശരീരം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഭഗവാന്റെ പ്രധാനപ്പെട്ട പട്ടമഹർഷികളാണ്. എന്നിട്ട് പോലും ഈ ദേഹം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് കൊണ്ട് രുക്മിണിക്ക് പെട്ടെന്ന് കുറച്ചൊക്കെ ഭക്തിയുടെ ഭാവം, ദാസഭാവമൊക്കെ ഉണ്ട്, അഹങ്കാരം കുറച്ച് കുറവാണ് എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതേസമയം സത്യഭാവം നേരെ തിരിച്ചാണ്. അഹങ്കാരി തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഭഗവാന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് ഭഗവാനെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. അപ്പം ഇവിടെ അതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ഭക്തിഭാവം പ്രകടമാക്കിയാൽ പോലും ഇത് രണ്ടും അല്ലാത്തവർ,
അതായത് കുറച്ചൊക്കെ ഭക്തിയിൽ അഹങ്കാരം ഉണ്ടായാലും, അഹങ്കാരമില്ലാതെ ദാസനായിട്ട് നിൽക്കുന്ന ഭാവം ഉണ്ടായാലും വേണ്ടില്ല, ഈ ഇതിലൊന്നും പെടാത്ത മനുഷ്യ സമൂഹം, സാധാരണ മനുഷ്യർ ഈ കാണിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഭ്രാന്താന്ന് പറയും. കാരണം ഇവർ ദോഷൈക ദൃക്കുകളാണ്, ഇവരും ദോഷത്താൽ ലിപ്തമാണ് ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് പോലും. അപ്പോൾ പിന്നെ അല്ലാത്തവരുടെ കാര്യം പറയണോ? അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിഗൂഢമായിരിക്കും. എല്ലാവരുടെയും ദേഹബോധം ഉള്ളവർക്കെല്ലാം ഏത് ജീവജാലങ്ങൾ എടുത്താലും വേണ്ടില്ല, അവർക്കൊക്കെ ജീവിത ലക്ഷ്യം നിഗൂഢമാണ്. നമ്മൾ പരമമായ ആധ്യാത്മിക പാതയിൽ ശ്രമിച്ചാൽ ഏറ്റവും പരമമായ ലക്ഷ്യം തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യം ഈശ്വരത്വത്തിലേക്ക് ഈശ്വരനിലേക്ക് എത്തണം എന്നുള്ള ആ പരമപദ പ്രാപ്തി പരമമായിട്ട് ലക്ഷ്യമാക്കിയാലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ദേഹബോധം വിട്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാവും. അപ്പം അതിലും ജീവിതത്തിൻ്റെ ഓരോരുത്തരുടെയും ലക്ഷ്യം നിഗൂഢമായിട്ടിരിക്കും. ഇപ്പം എൻ്റെ നിഗൂഢമായിരിക്കുന്ന ലക്ഷ്യം, ഞാനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും പരമമായ ലക്ഷ്യം പരമോദ പ്രാപ്തിയാണെങ്കിലും ഈ ദേഹബോധത്തിൽ വരുമ്പോൾ സ്വാർത്ഥത അറിയാതെ മായ കയറി പിടിക്കും. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മായ കയറി പിടിക്കും. പൂജാമറിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ മായ ബന്ധിതമാകും. ഇത് നിഗൂഢ ലക്ഷ്യത്തിന് തടസ്സമാണ്. നമ്മുടെ പരമമായ ലക്ഷ്യം നിഗൂഢമായി നമ്മൾ രഹസ്യമായിട്ട് ഈശ്വരപ്രാപ്തി ആണെന്ന് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ തെറ്റാൻ കാരണം എന്താ? അപ്പോൾ അതുകൊണ്ട് മനുഷ്യവർഗത്തിൽ നീചന്മാരായിട്ടുള്ളവർക്ക് അങ്ങനെയോ അങ്ങയുടെ ദാസനായോ അറിയാനാവില്ല. അങ്ങയുടെയും അങ്ങയുടെ ഭക്തന്മാരുടെയും ലീലകളെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും അവിശുദ്ധനായിരിക്കുന്ന മനുഷ്യജീവിക്ക് സാധിക്കില്ല. അപ്രമേയം ആയിട്ടുള്ളവനെ അവിടുത്തെ ഭക്തജനങ്ങളുടെ പ്രവർത്തനങ്ങളും ഉദ്യമങ്ങളും സാധാരണ മനുഷ്യർക്ക് നിഗൂഢമായിരിക്കുമ്പോൾ ലക്ഷ്യങ്ങളും ഉദ്യമങ്ങളും അവർക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എല്ലാ തരത്തിലുമുള്ള ശക്തികളും സമ്പൽ സമൃദ്ധിയും അങ്ങയുടെ സേവനത്തിനായിട്ട് വിനിയോഗിക്കപ്പെടുന്നു. അപ്പോഴും അവർ അങ്ങയുടെ ആശ്രയത്തിൽ സ്വാസ്ഥ്യം നേടുന്നു. ഇവിടെ ഭഗവാന്റെ പോലും അന്ധകരണത്തിലെ നിഗൂഢ ലക്ഷ്യമാണെന്നാണ് രുക്മിണി പറയുന്നത്. അത് ഞാൻ അടുത്ത് നിൽക്കുന്ന കാര്യം നിന്നിട്ട് പോലും എനിക്ക് അങ്ങയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദേവന്മാർക്കും പറ്റുന്ന അതാണല്ലോ. ഈ ഭഗവാനെ മനസ്സിലാക്കാൻ ഭഗവാൻ നിഗൂഢമായിട്ട് അവരോടത്തോട് ഇപ്പം ഈ രുക്മിണിയെ കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കുറച്ച് പരിഹാസ രൂപേണയൊക്കെ കുറച്ച് ക്ലേശം കൊടുത്തത്. ഇതേ രീതിയാണ് ക്ലേശോ അധികതരശേഷാം അവ്യക്താസചേതസ അവ്യക്താക്കി എതിർദുഃഖം ദേഹവിരവ്യാപ്യതേ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞത്. അപ്പം ശരീരത്തിന് ക്ലേശം ഉണ്ടാവും, മാനസികമായിട്ട് ക്ലേശം ഉണ്ടാവും, ഇന്ദ്രിയങ്ങൾക്ക് ക്ലേശം ഉണ്ടാവും. അതിൽ നിന്നാണ് യഥാർത്ഥ ഭഗവാന്റെ ലക്ഷ്യം എന്താണെന്ന് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാവും. എന്നാലും നമ്മളെ എന്താക്കണം എന്നുള്ളതും ഭഗവാൻ മുഴുവനൊന്നും വെളിപ്പെടുത്തില്ല. ഭഗവാൻ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? നിഗൂഢമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒപ്പം ലെവലിലേക്ക് എത്തുക, തന്നിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്നുവരെ രണ്ടായിട്ട് കാണുന്നുവോ അന്ന് വരെ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ നിഗൂഢത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.